പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ച പ്രദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ സംസ്ഥാനമെങ്ങും നടമാടുകയാണെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ച പ്രദേശം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തു നിയമവിരുദ്ധ പ്രവർത്തനവും നടക്കുമെന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. കുഞ്ഞിമംഗലത്ത് കണ്ടലും ചതുപ്പും നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ളത്. കേരള ഗവൺമെൻറ് സുസ്ഥിര വികസനം ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ധവളപത്രം പുറപ്പെടുവിച്ചു. ആ ധവളപത്രം എന്ന് പറയുന്ന ആ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലെ വയലേലകൾ, കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ നിലങ്ങൾ ഇതൊന്നും നികത്താനോ നശിപ്പിക്കാനോ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ആഗോള താപനം ഉണ്ടാകുന്നു, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു. ഇതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രത മൂലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ പ്രകൃതിയിലുണ്ട്. അത് പ്രകൃതിയെ അനധികൃതമായി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കും. കാരണം ഇനി ഒരുപാട് തലമുറകൾ ഈ ലോകത്ത് ജീവിച്ചു പോകേണ്ടവരാണ്. അവർക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ വയലേലകൾ അതുപോലെ നിലനിൽക്കണം, അതുപോലെ കണ്ടൽക്കാടുകൾ നിലനിൽക്കണം, നമുക്ക് നീർത്തടങ്ങൾ നിലനിൽക്കണം. ഇതൊക്കെ നശിപ്പിക്കാൻ പാടില്ല. കുഞ്ഞിമംഗലം താമരക്കുളങ്ങരയിൽ പുല്ലങ്കോട് പുഴക്കരയിലെ 10 ഏക്കർ കണ്ടൽ ചതുപ്പാണ് മണ്ണിട്ട് നികത്തിയത്. തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടിക 1A ഉൾപ്പെടുന്ന പ്രദേശമാണിത്. പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികൃതർ സ്ഥലമുടമകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. MP ഉണ്ണികൃഷ്ണൻ, MK രാജൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് വിജയൻ, SKP സക്രിയ, ആകാശ് ഭാസ്കരൻ തുടങ്ങിയവർ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.